ഹലോ ഗായ്സ്, നമ്മുടെ യാത്രയിലെ അടുത്ത സ്പോട്ടിലേക്കാണ് നമ്മൾ നിങ്ങളെ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ കോട്ടയത്തുള്ള ഇല്ലിക്കൽ കല്ലിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ പറശ്ശിനിക്കടവിൽ തിരിച്ച് ഇടുക്കി വഴി തൊടുപുഴ വഴി നേരെ നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് കയറുകയാണ്. പോകുന്ന വഴിക്ക് കണ്ട ഒരു ബെസ്റ്റ് സ്പോട്ട്, ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടിലാണ് നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത്. അങ്ങനെ ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ വാവ്, നല്ല അടിപൊളി വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓപ്പോസിറ്റ് സൈഡ് വലിയൊരു പാറയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കൊക്കയാണ്. അപ്പം കണ്ടപ്പോൾ നല്ല കൊള്ളാമെന്ന് തോന്നിയോണ്ട് നമ്മൾ സൈഡിൽ വണ്ടി ഒതുക്കിയാണ്. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി. അവിടെ കുരങ്ങന്മാരൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നല്ല വ്യൂ ആണ് ഗൈസ്. നമുക്കൊന്ന് കുറേ നേരം നമ്മൾ മണിക്കൂറോളം വണ്ടിയിൽ ഒരേ കണക്കിരിക്കുകയായിരുന്നു. നമ്മൾ ഈ പോകുന്ന യാത്രയിൽ നമ്മൾ കാണുന്ന മാപ്പിൽ കാണുന്ന ആ ദൂരം 4 മണിക്കൂർ 3 മണിക്കൂർ എന്നൊക്കെ പറയുന്ന ആ ഒരു ദൂരം നമ്മളെ സംബന്ധിച്ച് എന്തോ അറിയത്തില്ല, നമുക്കൊരു അരമണിക്കൂർ ദൈർഘ്യം പോലെയാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഒരു ലെഫ്റ്റ് സൈഡിലാണ്. ആ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന ഓരോ വഴിയിലും ഒരുപാട് വെള്ളം, ഒരുപാട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ കുഞ്ഞ് അരുവി കണക്ക് മുകൾ പാറയിൽ നിന്ന് ഓരോ ഇടുക്കുന്ന നമ്മൾ റോഡിലോട്ട് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നു വെള്ളം, കുഞ്ഞു കുഞ്ഞു ആയിട്ട്. പോകുന്ന വഴിക്ക് ഒരുപാടുണ്ടത്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് അത് കണ്ടു. അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടി ഇട്ടിരുന്നില്ലേ, അവിടെ ആ ഒരു പെട്ടിക്കടയിലെ ആൻറ്റി പറഞ്ഞായിരുന്നു ആ വെള്ളം കുടിക്കാൻ പറ്റുന്ന നല്ല ശുദ്ധമായ വെള്ളമാണെന്ന്. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടെ പോയി നമ്മളൊരു ബാഗിൽ നിന്ന് നമ്മളെ കുപ്പിയിൽ നമുക്ക് വെള്ളമൊക്കെ തീർന്നു. നമ്മൾ ആ വെള്ളം ശേഖരിച്ചായിരുന്നു. കുടിച്ചു നോക്കുമ്പോൾ നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല പരിശുദ്ധമായ വെള്ളം, അടിപൊളി വെള്ളം. നമ്മൾ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. 2-3 റോഡുകളൊക്കെ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ അതിലോട്ടൊന്നും പോകാണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞ പോലെ തന്നെയാണ് പോകുന്നത്. എന്തെന്നറിയത്തില്ല, നമ്മളെന്തോ വനത്തിനുള്ളിലേക്ക് പോകുന്ന പോലൊരു ഫീലിംഗ്. കാരണം നമ്മുടെ ഇല്ലിക്കൽ കല്ലെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പൊന്മുടി പോലത്തെ ഒരു പ്ലേസ് ആയിരിക്കാം, കാരണം ഫോട്ടോസിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ എന്താ ഇതുവരെ മലയൊന്നും കാണുന്നില്ലല്ലോ എന്നൊരു ചിന്തയിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് കാഴ്ചയേക്കാണ്ടിരിക്കുകയാണ്. മുകളിലോട്ടൊക്കെ എന്തായിരിക്കും എന്നൊരു ആകാംക്ഷ എനിക്കുണ്ട്. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് നമുക്കൊരു ചെറിയ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ മാപ്പ് പറഞ്ഞ് പോകുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു വണ്ടികളെ അവിടെ കാണാനില്ല. ഇങ്ങോട്ടും വരുന്നില്ല, അങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ മാത്രമേ ആ വഴി കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് പോവുകയാണ്. ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വഴി, പക്ഷേ വിജനമായ റോഡ് കണക്ക് കിടക്കുകയാണ്, ഒരു വണ്ടി വരുന്നില്ല. അവിടെ ഇവിടേക്കുള്ള കുഞ്ഞു കുഞ്ഞു സ്കൂട്ടി എന്ന് വെച്ചാൽ അവിടുത്തെ നേറ്റീവായിട്ടുള്ള ആൾക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ആകെ നമുക്കൊരു പേടി തോന്നി. ബട്ട് എന്നിട്ടും നമ്മൾ മാപ്പിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് ഗൈസ്. നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ചെങ്കിലും ആത്മവിശ്വാസം തരുന്നത് ഇങ്ങോട്ട് 2-3 വണ്ടികൾ വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ വണ്ടികളെ കാണുമ്പോഴാണ് നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം ഉണ്ടല്ലോ എന്നൊക്കെ ഒരു വിശ്വാസം. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും കണ്ട ഒരു കാഴ്ചയാണ്, ഒരു വീടിൻ്റെ സൈഡിൽ, മതിലിൻ്റെ സൈഡിൽ ഒരു കല്ല്, മറ്റൊരു കല്ല് തൂക്കിയിട്ടേക്കുന്ന പോലെ ഒരു വർക്ക് കണ്ടു. പെട്ടെന്ന് നമുക്ക് ഇല്ലിക്കൽ കല്ല് ഇനി ഇവിടെ എവിടെയെങ്കിലും ആണ്, ഇതാണോ ഇല്ലിക്കൽ കല്ല് എന്നൊരു ഡൗട്ട് തോന്നി. കാരണം നമുക്ക് ഗൂഗിളിൽ കണ്ട ഒരു പിക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും നമ്മളിവിടെ കാണുന്നില്ല. പോകുന്ന വഴിയൊക്കെ ശരിയാണ്, മാപ്പിൽ ഇല്ലിക്കൽ കല്ല് എത്താറുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയത്തില്ല എന്താ എവിടെയാണെന്ന്. പിന്നെ നമ്മൾ നേരെ പോയി, ഞാനാണ് പിന്നെ വഴി പറഞ്ഞു കൊടുത്തത് കേട്ടോ. അപ്പം മുകളിലോട്ട് ഇല്ലിക്കൽ കല്ലെന്ന് പറഞ്ഞ് 2 വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നേരെയാണ് കാണിച്ചത്. ഈ നേരെയെന്ന് കാണിക്കുമ്പം മുകളിലോട്ടല്ലേ ആരും കിടക്കുന്നത്. അങ്ങനെ ഞാൻ മുകളിലോട്ട് പറഞ്ഞു വിട്ട് മുകളിലോട്ടാണ് പോയി നമ്മൾ പെട്ടുപോയി ഗൈസ്. നമ്മൾ അവസാനം ഓപ്പോസിറ്റിന് ഒരു ട്രക്കർ മാമൻ്റെ അടുത്താണ് ചോദിച്ചപ്പം അങ്ങോട്ടല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോയി മാപ്പിനെ വിശ്വസിച്ച് അവിടെ പോയി പെട്ടു ഗൈസ്. അങ്ങനെ അവസാനം ഇങ്ങനെ റിവേഴ്സ് എടുത്ത് നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് നേരെയുള്ള വഴിയാണ് പോവേണ്ടതെന്ന്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയിട്ടുള്ള ഇല്ലിക്കൽ കല്ലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വിളിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഇല്ലിക്കൽ കല്ല്, ഇടുക്കിയിലുള്ള സ്ഥലമാണ്. കാണത്ത് പൊന്മുടി പോലെ, പക്ഷെ പൊന്മുടിയല്ല. അതിനേക്കാൾ എന്തോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. നമ്മൾ പൊന്മുടിയിൽ ലേറ്റസ്റ്റ് നല്ല വൈബായിട്ടുള്ള ഒരു പ്ലേസാണ്. നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ മുകളിലോട്ട് കയറാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ കുറച്ചുകൂടെ പ്ലേസ് നമുക്ക് കാണാനുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അമ്മയും അച്ഛനും ഞാനും ഉണ്ണിയും കൂടെയാണ് മുകളിലേക്ക് കയറുന്നത്. അമ്മ വന്നിട്ടില്ല, അമ്മ കാറിൽ ഇരിക്കുകയാണ്. അച്ഛനും ഞാനും ചേട്ടനും ഉണ്ണിയും കൂടെയാണ് മുകളിൽ പോകാൻ പോണത്. ഓക്കെ, നല്ല കാറ്റാണ് ഇവിടെ. മഞ്ഞ് കോട അപ്പുറത്തൊക്കെ ഉണ്ട്, ഇവിടെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല, പക്ഷെ നല്ല തണുപ്പും കാറ്റുമാണ് ഗൈസ്. ഈ കോടയും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മുകളിലൊക്കെ കോടയുണ്ട്. ടിക്കറ്റും എടുത്ത് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇല്ലിക്കൽ കല്ല് എവിടെയാണ് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. എൻ്റെ മനസ്സിൽ ഇതാണ് ഇല്ലിക്കൽ കല്ല്. മുകളിലോട്ട് എന്തോ കുറച്ച് ദൂരം പോയാൽ മതി എന്നാണ് എൻ്റെ മനസ്സിൽ. നല്ല കാറ്റൊക്കെ ഉണ്ട്, തൂക്കമായി, നല്ല വെയിറ്റ്. നല്ല ഭയങ്കര കോടയില്ല, പക്ഷെ നല്ല കാറ്റ്, നല്ല തണുപ്പ്. ചിലപ്പോൾ വൈകിട്ട് കോട ഇറങ്ങും തോന്നുന്നു, കാരണം നല്ല കാർമേഘം ഉണ്ട്. ഇവിടെ ഇടിമിന്നൽ പ്രോൺസ് സൈറ്റാണ്. ഇടിമിന്നൽ എപ്പോ വേണമെങ്കിലും
എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. മഴ ഉള്ളപ്പോ തന്നെ എന്നുവെച്ചാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇടിമിന്നൽ ഏൽക്കാൻ ചാൻസ് ഉണ്ട്. മുടിയൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴോട് രക്ഷപ്പെടും. മുടി പൊങ്ങിയ ഇടിമിന്നലിന് തൊട്ട് മുമ്പ് മുടി പൊങ്ങും. ആ സമയത്ത് രക്ഷപ്പെടണമെന്നാണ് ഏതെങ്കിലും മരത്തിന്റെ മൂട്ടി രക്ഷപ്പെടെ കത്തിയേക്കും. ഉയരം കൂടുന്തോറും വെള്ളത്തിന്റെ ദാഹം കൂടും. അവിടെ ചെന്നിട്ട് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. ജീപ്പ് പോകാനായിട്ട് വെറും 39 രൂപയുള്ളൂ. നടന്നു പോകാനാണെങ്കിൽ വണ്ടി പാർക്കിങ്ങിന് ഒരു 26 രൂപയും ഒരാൾക്ക് ടിക്കറ്റ് 20 രൂപയും ഇത്രയായുള്ളൂ. ബൈക്കിനാണെങ്കിൽ എത്രയാണെന്ന് അറിയാൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പം അതാണ് റേറ്റ്. പിന്നെ നമ്മൾ മാക്സിമം ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, അയ്യോ അത്രേ ഉള്ളൂ. നല്ല മഴ പെയ്യണമെങ്കിൽ ഗൈസ് ആ മലയുടെ പകുതി ഇരുട്ടും പകുതി വെയിലുമാണല്ലേ. കാര്യം എന്താണെന്നറിയാമോ? സൂര്യൻ നമ്മുടെ അപ്പുറത്ത് ഇരിക്കുകയാണ്. ആ സമയം സൂര്യൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും നിന്ന സമയത്താണ് നമ്മൾ കയറിയതെങ്കിലേ ഇപ്പം തീർന്നനെ. അപ്പം നമുക്ക് ജീപ്പിലും പോവാം. ജീപ്പിൽ പോകുന്നതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പക്ഷെ നമ്മൾ വിചാരിച്ചു ജീപ്പിൽ പോകണം, നടന്ന് പോവാം. കുറച്ച് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്ളോഗ് എടുക്കാൻ ഒരു തടസ്സമാവും. നമുക്ക് ജീപ്പിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എത്തൂലേ. അപ്പം നമുക്ക് നടന്ന് പോകുമ്പോൾ ആ ഒരു എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ എടുത്ത് പോകാമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് നടക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം എനിക്ക് ഇത്രയും ദൂരമൊക്കെ നടക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ഈ തണുപ്പത്തും ഈ ഒരു ഉയർച്ചയിൽ കയറാനും, പക്ഷേ ഈ ഒരു ഉയരത്തിൽ കയറാനും. അപ്പം അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ, കുഴപ്പമില്ല, തൊട്ടടുത്തല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ റെഡിയായി മുന്നോട്ട് പോയത്. പക്ഷെ നമ്മൾ കയറി വന്നപ്പോൾ നമുക്കൊരു അബദ്ധം മനസ്സിലായി. ഇത് ചെറിയൊരു കയറ്റമല്ല ഗൈസ്, ഇത് വലിയൊരു കയറ്റമാണ്. ഈ ജീപ്പ് കയറിപ്പോയത് നല്ല ഉയരത്തിലാണ്. നമ്മൾ കുറച്ച് ഉയരത്തിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓക്കെ എത്താറായി കാണുമായിരിക്കും എന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കിയപ്പം അങ്ങ് ദൂരെ ഏറ്റവും ടോപ്പിലൊരു കുഞ്ഞ് വര. അപ്പോൾ ഇതെന്തോ നീ ഇത്രയും വലിയ മല, ഇതൊക്കെ എന്തോന്ന് മല. അവസാനം നമ്മൾ ആണ് അറിയുന്നത് ഈ ജീപ്പ് പോയത് അവിടെയാണ്. ഇവിടെ വരുന്ന അനുഭവം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റൂല. അല്ലേ ആകാശത്തുനിന്ന് നിറങ്ങണ്ട, എന്നാ പൊളിയാന്നേ. അയ്യോ അതെന്തോടെ അങ്ങ് കയറി പോകാൻ പറ്റൂലെന്നോ? പറ്റും. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് തന്നെ മനസ്സിലാക്കണം. ഇവിടത്തെ ഒരു കാറ്റിന്റെ ആ ഒരു ഫീൽ, കാറ്റോട് കാറ്റ്. ഈ ജീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറിയവർക്ക് അവിടെ കൊണ്ടാക്കും, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടാക്കും. ഇടയ്ക്ക് വെച്ച് ആരെയും കയറ്റൂല. അപ്പം നമ്മളങ്ങ് പെട്ടുപോയി. ഞാൻ വിചാരിച്ചു അതാണ് നടക്കാൻ ആരും ഇല്ലാത്തത്. എല്ലാവരും ജീപ്പിലാണ് പോകണം, നമ്മൾ മാത്രമാണ് നടക്കാൻ ഇറങ്ങിയത്. പക്ഷെ ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ അവർ നിൽക്കുന്നുണ്ട്. കാട്ടുവാഴ കൂമ്പ് മാത്രമേ ഉള്ളൂ. വാഴപ്പഴം ഇല്ല ഗൈസ്. ഈ മൊരമ്പ് നോക്കി വെച്ച് താഴത്തെ മമ്മ കാണിച്ചു കൊടുക്കാം നമ്മൾ കയറി വന്ന മൊരമ്പ് ഏതാണെന്ന്. അവിടെ നോക്കുമ്പോൾ ആ മലയുടെ ഓപ്പോസിറ്റ് ഈ മല.
ടാസ്ക്കാണ് ഗൈസ്. ദേവുന് തീരെ വയ്യെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ വന്നിട്ട് കയറാതെ പോയി കഴിഞ്ഞാൽ ദേവൻ്റെ ഉള്ളിലെ ഈഗോ അത് സമ്മതിച്ചിട്ടില്ല. സോ വി ആർ ക്ലൈംബിങ്. എന്തുവാടേ നമുക്ക് റിയലായിട്ട് മഴ വീണ കാണാൻ ഗൈസ്. ആ സൈഡിൽ മഴ വേണമെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. നേരത്തെ വീട്ടിലിടാൻ മേഘം പോകും നോക്ക്. മഴ ഇപ്പൊ പെയ്യും. മഴ വീണ് ഇതുവരെ വന്നിട്ട് അത് കാണാതെ പോയ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ അടി കൂടെ അപ്പുറത്ത് പോകും. സത്യം പറഞ്ഞാൽ ഈ താഴത്തെ വ്യൂ പോയിന്റ് എത്തിയപ്പോൾ തന്നെ ആകെ തളർന്നു പോയി ഗൈസ്. പിന്നെ മുകളിലോട്ട് കയറാൻ കിട്ടും താല്പര്യമില്ല. ചേട്ടന്റെ മോട്ടിവേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ മുകളിലോട്ട് കയറിയത്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ വാക്ക് സത്യം പറഞ്ഞാൽ ദൈവം എന്നോട് പോർക്കില്ല. കാരണം ഞാൻ താഴെ നിന്നിരുന്നെങ്കിൽ എനിക്ക് വലിയ റിഗ്രറ്റ് ആയേനെ. ഈ മുകളിലത്തെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് കണ്ണുകൊണ്ട് ക്യാപ്ചർ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ ക്യാമറ കൊണ്ട് ക്യാപ്ചർ ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് നേരിട്ട് നമ്മൾ ഫീൽ ചെയ്യണം. ഇത്രയും ദൂരം നമ്മൾ കയറി വന്ന് ഈ മുകളിലോട്ട് എത്തുമ്പം നമുക്ക് എന്തോ നേടിയ ഒരു ഫീലും കൂടെയാണ്. കാരണം എന്തോ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി. കാരണം വേറൊന്നുമല്ല, ഒരു കാഴ്ച നമുക്കവിടെ ഉണ്ട്. ആ 2 കല്ലുകൾ, ഈ 2 കല്ലാണ് ഇല്ലിക്കൽ കല്ല്. സത്യം പറഞ്ഞ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇല്ലിക്കൽ കല്ല് എവിടെ ഇവിടെ എത്തിയിട്ട് പോലും നമ്മൾ എവിടെ കല്ല് കാണാനില്ലല്ലോ. സത്യം പറഞ്ഞാൽ ആ മുകളിൽ ഇല്ല ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു മുനമ്പിൽ എത്തിയാൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഇല്ലിക്കൽ കല്ല് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. തൊട്ടപ്പുറത്തെ സൈഡിലാണ് ഹൈഡായിട്ടാണ് ഇരിക്കുന്നത്, ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ല്. നമ്മൾ എവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ചുറ്റും നല്ല മനോഹരമായിട്ടുള്ള വ്യൂവും ഏറ്റവും ടോപ്പിലെന്ന ഒരു ഇതും. പിന്നെ നമുക്ക് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വന്ന ആ വഴിയും കൂടെ കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചം അങ്ങ് വരും. നമുക്ക് എത്ര നേരം അവിടെ നിന്നാലും നമുക്ക് മടുക്കത്തില്ല. നല്ല കാറ്റും എൻ്റെ പൊന്നെ. പക്ഷേ വേറൊരു കാര്യം, ഞാൻ താഴത്തെ വ്യൂ പോയിന്റിൽ വന്ന് കയറിയില്ലേ, അവിടത്തെ കുറിച്ചൊരു കാര്യം കൂടെ ഞാൻ പറയാം. വേറൊന്നുമല്ല, അവിടെ നിൽക്കുമ്പോൾ നമ്മൾ വന്ന് കയറിയപ്പോൾ ഒരു കാറ്റ് വീശിയായിരുന്നു. എൻ്റെ പൊന്നോ, അടപ്പടലം നമ്മളെ എടുത്തോണ്ട് പോണ ഒരു കാറ്റായിരുന്നു. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം കേട്ട ചേട്ടാ പൊട്ടിത്തെറിക്കാൻ പോണേന്ന് പറഞ്ഞാൽ പേടിച്ചു പോകും. കാരണം കാർമേഘം കൂടി നല്ല മഴക്കോള് വന്ന് കാർമേഘമായിട്ട് വന്നൊരു കാറ്റായിരുന്നു. എന്തോന്നില്ല സൂന്ന് പറഞ്ഞൊരു വലിയൊരു ശബ്ദം. ഞാൻ സത്യം പറഞ്ഞ താഴെ പോവാം, എന്തോ പറ്റാൻ പോണ ഇവിടെ എന്ന് പേടിച്ചു പോയി. അപ്പം ആ ഒരു സംഭവം അവിടെ ആ ഒരു പോയിന്റിൽ നമ്മൾ താഴെ നിന്ന് ആ ഒരു പോയിന്റ് നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ശബ്ദവും കാറ്റൊക്കെ കേൾക്കും. നീ മുകളിലോട്ട് വരുമ്പോൾ ചുറ്റും കാറ്റും ബഹളവും മഞ്ഞും തണുപ്പും അട്ടാർ എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. നമുക്ക് ഒരുപാട് സമയമില്ല. ഇവിടെ നിന്ന് നമുക്ക് നെക്സ്റ്റ് വാഗമൺ പോകണം. അത് മാത്രമല്ല നല്ല ഇരുട്ടായി വരുന്നുണ്ട്, നല്ല കാർമേഘം ചുറ്റി നിൽപ്പുണ്ട്. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ടോപ്പിൽ നിന്ന് താഴെ വരെ പോകാൻ നമ്മളെ കൊണ്ടുപോകാൻ ജീപ്പൊന്നുമില്ല, നമ്മൾ നടന്നു തന്നെ പോകണം. വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് നോക്ക്, ഞാനിവിടെ നോക്കുമ്പോൾ താഴെ ഒരു വലിയ കുഴി. എനിക്ക് കണ്ടിച്ചൊരു തല ഇറങ്ങുന്നു. ചേട്ടാ ഫസ്റ്റ് ഇറങ്ങാം, അപ്പോൾ ഞാൻ വീണ ചേട്ടനെ പിടിക്കുമല്ലോ. മഴയ്ക്ക് മുമ്പ് നമുക്ക് താഴെ എത്തുകയും വേണം. അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഈ കിട്ടിയ അവസരത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റും, അതിനേ പറ്റത്തുള്ളൂ. അതല്ലേ നമുക്ക് ഏറ്റവും വലിയ ഒരു ആസ്വാദ്യം എന്ന് പറയുന്നത്. നമുക്ക് അതുകൊണ്ട് മാക്സിമം നമ്മൾ അതാണ് ചെയ്തത്. നമ്മൾ വീഡിയോ എടുക്കൽ പയ്യൻ കുറച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കാണുകയായിരുന്നു. ഭയങ്കര ഒരു അത്ഭുതമുള്ള കാര്യമാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇല്ലിക്കൽ കല്ല് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഈ ഫീൽ ആണെങ്കിൽ എവറസ്റ്റ് പോലുള്ള വലിയ വലിയ മലകളിലൊക്കെ കയറുന്നവരുടെ ആ ഒരു ഫീൽ എന്തായിരിക്കും, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കത് പറ്റുമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ പകുതി എത്തുമ്പോൾ തന്നെ മടിച്ച് എനിക്ക് കാല് വയ്യേ, എനിക്ക് ശ്വാസം മുട്ടുന്നേന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങും. പക്ഷെ അതൊക്കെ താണ്ടി കയറുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഫീല് സത്യം പറയാമല്ലോ അടിപൊളിയാണ്. തിരിച്ചിറങ്ങാൻ ഒരു പാടും ഇല്ലായിരുന്നു ഗൈസ്. കാരണം നിങ്ങളെ കാണുന്ന മഴക്കോള് കണ്ടില്ലേ, ഈ മഴക്കോള് കാരണം ഇങ്ങനെ ഏത് വഴിയാണ് ഓടി വന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അത്ര പറന്നാണ് നമ്മൾ താഴെ എത്തിയത്. പിന്നെ നമ്മൾ വണ്ടി കയറി നേരെ നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. വാഗമണ്ണാണ് നമ്മൾ പോകുന്നത്. ഇല്ലിക്കൽ കല്ലിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. ഇല്ലിക്കൽ കല്ല് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് താഴോട്ട് വേറൊരു റോഡ് ഉണ്ടായിരുന്നു, ഒരു കുത്തിറക്കമായിരുന്നു. അതും 2 സൈഡ് നല്ല കാട് ഏരിയ.
നമ്മൾ വിചാരിക്കും താഴെ എത്തും, താഴെ എത്തത്തില്ല, കുറേ ദൂരം താഴോട്ടങ്ങ് ഇറങ്ങിയാണ് കുത്തിറക്കത്തിലോട്ട്. പിന്നെ നമ്മളൊരു റോഡിലോട്ട് എത്തി. പക്ഷെ റോഡ് എത്തിയിട്ട് അത് അതിനേക്കാൾ വിജൃംഭിച്ച റോഡായിരുന്നു. 2 സൈഡും നല്ല കാടും. നമ്മൾ ഒരുപാട് ദൂരം പൊക്കോണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് തോന്നി. നമ്മൾ മാപ്പിൽ നോക്കി ഇത് തന്നെയല്ലേ വാഗമൺ റൂട്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും യെസ് തന്നെയാണ്. പക്ഷേ റൂട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോയി അവസാനം റോഡിലോട്ടൊക്കെ ഈ സൈഡിൽ നിന്നൊക്കെ ഉള്ള മരങ്ങളും പുല്ലും എല്ലാം വളർന്ന് നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പോയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ റോഡ് കാണാൻ വയ്യാണ്, താഴെ പുല്ലുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരെ ആയി. അങ്ങനെ ഒരുപാട് പേടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷേ കുഴപ്പമില്ല, നമ്മളെ ഗൂഗിൾ മാപ്പ് തെറ്റിക്കില്ല, നമ്മളെ കൊണ്ട് കുഴി ചാടിക്കില്ല എന്നൊരു വിശ്വസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ നമ്മൾ ഷോർട്ട് കട്ട് വഴി വാഗമണിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ വാഗമണിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുന്ന ഒരു വലിയൊരു സിമ്പലാണ് ഈ കാണുന്ന പാന്തറിൻ്റെ സ്റ്റാച്യു. നമ്മൾ വാഗമണിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഈ തവണ വന്നത് വളരെ സ്പെഷ്യലായിട്ടാണ്. കാരണം നമ്മുടെ കൂടെ അച്ഛനും അമ്മയും ഉണ്ണിയൊക്കെ ഉണ്ട്. സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇല്ലിക്കൽ കല്ലിൽ വന്നപ്പോൾ നമ്മൾ ഇതുവഴി ഒന്ന് ഓടിച്ച് കാഴ്ചകൾ കണ്ട് പോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം നമുക്കിപ്പോൾ മനസ്സിലൊന്ന് പൈൻ ഫോറസ്റ്റ് വരെ എത്തണമെന്നാണ്. അപ്പം നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലോട്ടാണ് നമ്മൾ ലക്ഷ്യം വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇരുട്ട് വീണ് തുടങ്ങി. പൈൻ വാലി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അധികം ആളൊന്നുമില്ല, തിരക്കൊന്നുമില്ല. അപ്പം തന്നെ നമ്മുടെ മനസ്സിലെന്താണ്, ചെന്ന ഉടനെ എത്രയും പെട്ടെന്ന് ലൈറ്റ് പോകുന്നതിന് മുന്നേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പം അതിൻ്റെ ഒരു തത്രപ്പാടിലായിരുന്നു. ഫുള്ളും ഉണ്ണിയുടെ ഫോണിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി ഓടി നടക്കുകയായിരുന്നു. ഗൈസ്, നമ്മളിങ്ങനെ വാഗമണിൽ പൈൻ വാലിയിലാണ്. നല്ല തണുപ്പാണ്, നല്ല കാറ്റുണ്ട്, കൈയൊക്കെ കോച്ച് പിടിക്കുകയാണ് ഗൈസ്. നമ്മളിതിന് മുമ്പ് ഈ പൈൻ വാലിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വന്ന ടൈമിൽ നല്ല മരങ്ങളൊക്കെ ഇവിടെ ഒരുപാട് തിങ്ങി നിറഞ്ഞ മരങ്ങളുണ്ടായിരുന്നു, നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷെ നമുക്കന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ആ വീഡിയോസൊന്നും കയ്യിലില്ല. ഇപ്പോൾ ഈ ഒരുപാട് മരങ്ങൾ ഇവിടെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ വിഷമമുണ്ട്. നമ്മൾ കപ്പിൾസൊക്കെ ആയിട്ട് തന്നെ പൊളിയായിരിക്കും. മുൻപ് നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ജീവികളെ ഇവിടെ കാണാനില്ല. നമ്മൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷെ നമ്മൾ മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എല്ലാവരും തിരിച്ചിറങ്ങി പോകുമായിരുന്നു. അപ്പം നമ്മളാണ് ഏറ്റവും അവസാനം വന്നത്. ഗൈസ്, ഇവിടെ ഇരുന്ന് നമ്മൾ ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇതാണ് മരത്തിന്റെ തടിയാണ്. വാ, ഈ ആകാശം നോക്കുമ്പോൾ തന്നെ ദൈവം ഇത് കുലിക്കം കണ്ട തള്ളിങ്ങനെ വീഴും. ഓവറോൾ വ്യൂ എന്തായാലും അടിപൊളിയാണ്. നമ്മൾ പൈൻ വാലി ഇല്ലെങ്കിൽ സൂപ്പർ അല്ലേ. കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മൾ അവിടെ നിന്നുകൊണ്ടാണ് നല്ല ഇരുട്ടായപ്പോഴാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ നമുക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ഓടിച്ച് കുറ്റിക്കാനവും കൂടി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കുട്ടിക്കാനമൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു നല്ലൊരു വാട്ടർഫാൾസ് റോഡ് സൈഡിലുണ്ടായിരുന്നു. അതിൻ്റെ പേര് വന്നിട്ട് വളഞ്ഞങ്ങാനം വാട്ടർഫാൾ എന്നാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ വാഗമണിലോട്ട് പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി കാണുന്ന ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർഫാളാണ്. അങ്ങനെ 3 ദിവസം നീണ്ടു നിന്ന് നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റ, ബൈ.